ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിർമ്മൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിയൽമി 1 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. അപ്പോൾ ഈ ചാനലിൽ ഓൾറെഡി നമ്മൾ റിയൽമി 1നെ കുറിച്ച് പറയുകയുണ്ടായി. റിയൽമി 1 ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സബ് ബ്രാൻഡാണ് റിയൽമി എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പോൾ റിയൽമീൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്മാർട്ട് ഫോണാണ് റിയൽമി 1. അപ്പോൾ റിയൽമി 1 അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8,999 രൂപയാണ്. പിന്നുള്ള ഒരു വേരിയൻറ്റ് 10,999 ആണ്, അതായത് 11,000 റുപ്പീസാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 13,999 രൂപയാണ്, അത് 14,000 പ്രൈസിംഗ് ആണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു പ്രൈസിങ്ങിലാണ് റിയൽമി 1 അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 6 ഇഞ്ച് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ, ഹീലിയോ P60 ഒക്ടാകോർ ചിപ്സെറ്റ്, 3, 4, 6 GB വരുന്നുണ്ട്. 32, 64, 128 GB ആണ് സ്റ്റോറേജ് ഓഫർ ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 8.1 ഒറിയോ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. കളർ OS ആണ് അതിൻ്റെ കസ്റ്റം UI. 3410 mAh ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറയാണെങ്കിൽ 13 മെഗാ പിക്സൽ റിയർ ക്യാമറയും 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. അപ്പോൾ ഈ ഫോൺ ഈ പ്രൈസിന് എത്ര പെർഫോമൻസ് നൽകുന്ന ഒരു ഫോണാണ്, അല്ലെങ്കിൽ എത്ര വാല്യൂ ഫോർ മണി തരുന്ന ഫോണാണ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും നോക്കാം. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇതിന് ഓപ്പോ F7 ആയിട്ട് വളരെയധികം സാമ്യമുണ്ട്. നിങ്ങൾക്ക് കാണാം ഒരു ട്രപ്പിസോയിഡിൽ അല്ലെങ്കിൽ ഒരു പാറ്റേൺ കാണാം, ഡയമണ്ട് കട്ട് പാറ്റേൺ കാണാം ബാക്ക് പാനൽ. ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഓപ്പോൻ്റെ F7ലും കണ്ടിരുന്നത്. അപ്പോൾ ഇത് ഫൈബർ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് തരുന്നത്. ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ആസ്പെക്റ്റിനെ കുറിച്ച് നമുക്ക് അത്ര ഒരു ഇതില്ല, കാരണം എന്താ വെച്ചാൽ യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് എത്ര സ്ക്രാച്ച് വരും. ഞങ്ങൾ ഇത്രയും കാലത്ത് യൂസിൽ സ്ക്രാച്ചുകളൊന്നും വന്നില്ല, പക്ഷേ ഒരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് എന്ന് വേണ്ടി പറയാം, കാണുന്നില്ലേ ഒരുപാട് ഈ ഫിംഗർ പ്രിൻറ്റ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഓവറോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ പവർ ബട്ടണും സിം ട്രൂ ആണ്. ഇതൊരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വോളിയം കീസാണ്. ബോട്ടം പാനലിലാണെങ്കിൽ വരുന്നത് സ്പീക്കർ യൂണിറ്റും മൈക്രോ USB ചാർജിങ് സ്ലോട്ടും 3.5mm ഓഡിയോ ജാക്കാണ്. ടോപ്പ് പാനലിൽ ഒരു ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. ഫ്രണ്ട് പാനലിൽ 6 ഇഞ്ച് ഡിസ്പ്ലേയും 8 മെഗാ പിക്സൽ ക്യാമറയും ആണ് വരുന്നത്. പിന്നെ ബാക്ക് പാനലിലാണെങ്കിൽ 13 മെഗാ പിക്സൽ റിയർ ക്യാമറ, LED ഫ്ലാഷും റിയൽമി ബ്രാൻഡിങ്ങാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി വൈസ് നല്ലൊരു സോളിഡ് ഫോണാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേ കുറിച്ച് പറയാം. ഇതിൽ വരുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6 ഇഞ്ചസ് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 18:9 ആസ്പെക്ട് റേഷ്യോ ആണ്. പല അധികം സ്മാർട്ട് ഫോൺസിൽ വരുന്ന നോച്ച് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. നിങ്ങൾക്ക് കാണാം ഒരു സാധാരണ 18:9 ആസ്പെക്ട് റേഷ്യോ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD പാനലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റിയാണ് ഫുൾ HD പാനൽ. പിന്നെ ഗോറില്ല ഗ്ലാസ് സപ്പോർട്ട് ഉണ്ട് ഇതിനകത്ത്. ഗോറില്ല ഗ്ലാസ് 5 ആണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു സ്ക്രീൻ ഗാർഡ് ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ വേണമെങ്കിൽ ആ സ്ക്രീൻ ഗാർഡ് തന്നെ യൂസ് ചെയ്യാം, കാരണം അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി സ്ക്രീൻ ഗാർഡാണ് വരുന്നത്. പിന്നെ വ്യൂയിങ് ആംഗിൾസും ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. നല്ലൊരു പെർഫോമിംഗ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് 8.1 ഒറിയോ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. നമുക്ക് എബൌട്ട് ഫോണിൽ പോയി കാണാം 8.1 ഒറിയോ. കളർ OS ആണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ. അപ്പോൾ എല്ലാ ഓപ്പോ ഡിവൈസസിനെ പോലെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഓപ്പോയിൽ നമ്മൾ കാണുന്ന അതേ OS തന്നെയാണ്, അതേ കളർ OS എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. കളർ OS വേർഷൻ 5.0 ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് RAM 6 GB റാമും 128 GB സ്റ്റോറേജുമാണ് വരുന്നത്. ഹീലിയോ P60 ഒക്ടാകോർ ചിപ്സെറ്റാണ് വരുന്നത്. പിന്നെ കളർ OSൽ ഒരുപാടധികം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ആപ്പ് മാനേജ്മെൻറ്റ്, ക്ലോൺ ആപ്സ്, അതായത് 2 ആപ്സ് സൈമിൾട്ടേനിയസ്ലി റൺ ചെയ്യാം, ഗെയിം ആക്സിലറേഷൻ മോഡ്, ആപ്സ് സ്പ്ലിറ്റ് സ്ക്രീന്, അങ്ങനെ സ്ക്രീൻ റെക്കോർഡിംഗ്, തീം സപ്പോർട്ട്, അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് ഉള്ളൊരു UI ആണ് കളർ OS. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ തീം സ്റ്റോറിൽ പോയി നമുക്ക് തീംസ് ഡൗൺലോഡ് ചെയ്യാം, വാൾപേപ്പേഴ്സ് കസ്റ്റമൈസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉള്ള ഒരു UI ആണ്. പക്ഷേ നമുക്കൊരു MIUIയോ അല്ലെങ്കിൽ EMUI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു പോളിഷ്ഡ് UI അല്ല കളർ OS തരുന്നത്. കുഴപ്പമില്ലാത്തൊരു UI എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കുഴപ്പമില്ലാത്തൊരു UI എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. കാരണം ഹീലിയോ P60 എന്ന് പറയുന്നത് വളരെ ഒരു പെർഫോമിംഗ് ചിപ്സെറ്റാണ്. നല്ലൊരു സുപ്പീരിയർ പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റാണ് ഹീലിയോ P60. ഹീലിയോ P60 തന്നെയാണ് ഓപ്പോ F7ൽ നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറയുണ്ടായി നല്ല പെർഫോമൻസ്, നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അതേ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ്, നല്ല ഓവറോൾ പെർഫോമൻസ്, ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ 6 GB റാമിൻ്റെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നല്ല സുപ്പീരിയർ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. 3 GB റാമും 4 GB റാമും വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്, കാരണം ഹീലിയോ P60 നല്ലൊരു പവർഫുൾ ചിപ്സെറ്റാണ്.
പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല. ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇൻക്ലൂഡ് അല്ല. പക്ഷേ ഫേസ് അൺലോക്ക് ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ഫേസ് അൺലോക്ക് റെഗുലർ യൂസേജിൽ കുഴപ്പമില്ല, നല്ല ഫാസ്റ്റാണ്, നല്ല ഫാസ്റ്റസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. പക്ഷേ ലോ ലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ ഫേസ് അൺലോക്ക് രാത്രി വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പിന്നോ അല്ലെങ്കിൽ പാറ്റേണോ എൻട്രി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നമുക്ക് ഫാസ്റ്റായിട്ട് അൺലോക്ക് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് വരുന്ന ഡ്യുവൽ സിം കാർഡാണ്, 4G വോൾട്ടേജ് സപ്പോർട്ടഡ് ആണ്. പിന്നെ മൈക്രോ SD കാർഡ് എക്സ്പാൻഷൻ സ്ലോട്ട് ഉണ്ട്, ഹൈബ്രിഡ് അല്ല, ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് പറയാവുന്ന സ്പീക്കർ താഴെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. സ്പീക്കറിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ്, നല്ല ലൗഡായ പെർഫോമൻസ്. ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ സബ് 15K പ്രൈസ് സെഗ്മെൻറ്റിലെ ഫോണിന് പറ്റിയൊരു പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്യാമറയെക്കുറിച്ച് പറയാം. ക്യാമറ ഇതിൽ വരുന്നത് ഒരു 13 MP ക്യാമറയാണ്, f/2 2.2 അപ്പേച്ചറും ഒരു ഫ്രണ്ടിൽ ഒരു 8 MP ഷൂട്ടറുമാണ് വരുന്നത്. അപ്പോൾ ക്യാമറ ഇൻ്റർഫേസിൽ കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല, ഓപ്പോയിൽ കാണുന്ന അതേ ഇൻ്റർഫേസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ബ്യൂട്ടി മോഡും സ്റ്റിക്കേഴ്സും എക്സ്പേർട്ട് മോഡ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പോൻ്റെ റിയൽമി 1 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൽ എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡേ ലൈറ്റ് കണ്ടീഷനിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. കളേഴ്സ് എല്ലാം കുഴപ്പമില്ലാത്ത കളേഴ്സാണ് കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഷാർപ്നെസ് ലെവൽസ് കുറച്ച് കുറവാണ്. നമുക്ക് സൂം ചെയ്യുമ്പോൾ കാണാം അത്യാവശ്യം ബ്ലറി ഇമേജസ് ആണ് വരുന്നത്. അപ്പോൾ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സിലും അത്ര ഒരു ഷാർപ്നെസ് ലെവൽസ് ഇല്ല. പക്ഷേ ഒരു 9000 പ്രൈസ് സെഗ്മെൻറ്റിൽ ഫോൺ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ പോർട്രേറ്റ് ഷോട്ട്സും അല്ലെങ്കിൽ ബൊക്കെ മോഡും ക്ലോസ് അപ്പ് ഇമേജസ് എല്ലാം എബോ ആവറേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. വീഡിയോ റെക്കോർഡിംഗ് 1080p റെസൊല്യൂഷനാണ് മാക്സിമം സപ്പോർട്ടഡ്. അതിനകത്ത് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ സെൽഫി എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ 8 MP ക്യാമറ ആണെങ്കിൽ പോലും നല്ലൊരു സെൽഫി എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബൊക്കെ ഷോട്ട്സും ഇൻക്ലൂഡഡ് ആണ്, പോർട്രേറ്റ് സെൽഫീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓവറോൾ സെൽഫി എക്സ്പീരിയൻസ് കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഫൈനലി നമുക്ക് ബാറ്ററിയെ കുറിച്ച് പറയാം. ഇതിൽ വരുന്ന 3410 mAh ബാറ്ററിയാണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ടഡ് അല്ല, പക്ഷേ ബാറ്ററി പെർഫോമൻസ് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ്. സ്ലൈറ്റ്ലി മോർ ദാൻ എ ഡേ അല്ലെങ്കിൽ ഒരു ദിവസത്തിലധികം നമുക്ക് മോഡറേറ്റ് യൂസേജിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു പെർഫോമൻസ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ ഷവമി റെഡ്മി നോട്ട് 5 Pro അല്ലെങ്കിൽ റെഡ്മി നോട്ട് 5 ഏസൂസിൻ്റെ Zenfone Max Pro M1 4000-5000 mAh കപ്പാസിറ്റി ബാറ്ററിൻ്റെ അത്രയൊന്നും ഇതിനകത്ത് കിട്ടത്തില്ല. പക്ഷേ എന്നാലും 3410 mAh പറ്റിയ ഒരു നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു റിയൽമി 1ൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ. നമുക്കിതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയാം. അതായത് മേന്മകൾ എന്തൊക്കെയാണ്. മേന്മകൾ ഏറ്റവും നല്ല ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. 9000, 11,000, 14,000 രൂപയിൽ ഇത്രയും നല്ലൊരു പവർഫുൾ സ്പെസിഫിക്കേഷൻസ് വരുന്ന ഡിവൈസ് വരുന്നില്ല. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും നല്ലതാണ്. ഹീലിയോ P60 നല്ലൊരു പവർഫുൾ ചിപ്പ് സെറ്റാണ്. പിന്നെ ബാറ്ററി ലൈഫും നല്ലതാണ്. പിന്നെ 6GB റാമും 128GB സ്റ്റോറേജും 15,000 താഴെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതൊക്കെയാണ് മേന്മകൾ എന്ന് പറയാവുന്നത്. പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലോ ലൈറ്റിൽ അൺലോക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ക്യാമറ പെർഫോമൻസ്, റിയർ ക്യാമറ പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആക്കാമായിരുന്നു. അതൊരു വലിയൊരു പോരായ്മയില്ല. കാരണം പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ക്യാമറ. പക്ഷേ നമ്മളൊരു ക്യാമറ സ്മാർട്ട് ഫോണാണ് ആവശ്യമെങ്കിൽ ഓപ്പോ റിയൽമി 1 അത്ര ഒരു മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെക്കുന്നത്. പക്ഷേ ഓവറോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് പെർഫോമൻസ് എന്നാണെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു റിയൽമി 1ൻ്റെ മേന്മകളും പോരായ്മകളും. അപ്പോൾ ഈ ഫോൺ നമുക്ക് കിട്ടുന്നത് ആമസോൺ വഴി മാത്രമാണ്, റീറ്റെയിൽ സ്റ്റോഴ്സിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ ആസ് ഓഫ് നൗ 3GB റാമും 32GB സ്റ്റോറേജും പിന്നെ 6GB റാമോ 128GB സ്റ്റോറേജും ഉള്ള വേരിയൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. 4GBയും 64GB സ്റ്റോറേജും ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ആമസോണിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലായിരിക്കും സെയിൽസ്. അപ്പോൾ ആ സെയിൽസിൽ നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു റിയൽമി 1ൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.